ഫ്രാൻസിസ് മാർപ്പാപ്പയും നരേന്ദ്രമോദിയും തമ്മിൽ എന്ത്? മാർപ്പാപ്പയും മോദിയും തമ്മിൽ കണ്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം? നരേന്ദ്രമോദി ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ വസിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനസമൂഹത്തിന്റെ ഭരണനായകൻ. മാർപ്പാപ്പയോ അദ്ദേഹം നയിക്കുന്നത് അതിർത്തികളില്ലാത്ത വിശ്വാസികളുടെ ഏറ്റവും വലിയ സമൂഹത്തെ. അത് ഭൂഗോളം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു. മോദി ഭരിക്കുന്നത് ഗാത്രങ്ങളെ, മാർപ്പാപ്പ ഭരിക്കുന്നത് ഹൃദയങ്ങളെ. രണ്ട് തലങ്ങളിലായി 140 കോടിയിലേറെ പേർ വീതമുണ്ട് ഈ രണ്ട് സമൂഹങ്ങളിലും. ലോക ജനസംഖ്യയുടെ 5% പേരുണ്ട് മോദിയുടെ ഭരണത്തിന് കീഴിൽ. മാർപ്പാപ്പയുടെ സഭാപരമായ നേതൃത്വത്തിന് കീഴിലുള്ളതും അത്രത്തോളം പേർ തന്നെ. ലോക ജനസംഖ്യയുടെ 1/3 വരുന്ന ക്രൈസ്തവരിലെ ഭൂരിപക്ഷം. വേറെയും ഏറെ പേർ പരിശുദ്ധ പിതാവിന്റെ ധാർമ്മിക ആചാര്യത്വം അംഗീകരിക്കുന്നു. മാർപ്പാപ്പയുടെ ആസ്ഥാനത്തിന് മാത്രമേ രാഷ്ട്ര സ്വഭാവമുള്ളൂ. അതാണല്ലോ വത്തിക്കാൻ. യേശുക്രിസ്തുവിന്റെ അവസാനമില്ലാത്ത രാജ്യമായ തിരുസഭ ഭൂമിയിലെ രാഷ്ട്രമല്ല. തിരുസഭയുടെ മക്കൾ ലോകത്തെ നിരവധി രാഷ്ട്രങ്ങളിൽ നിരവധി നായകരുടെ ഭരണത്തിൽ കീഴിൽ ജീവിക്കുന്നു, ഇന്ത്യയിലടക്കം. മോദിക്ക് മാർപ്പാപ്പ ആരുന്നതിനേക്കാൾ ഏറെയാണ് മാർപ്പാപ്പയ്ക്ക് മോദി. കാരണം അദ്ദേഹം കത്തോലിക്കനടക്കം 3 കോടിയോളം ക്രൈസ്തവരെ പോറ്റുന്ന രാഷ്ട്രത്തിന്റെ ഭരണകർത്താവാണ്. മാർപ്പാപ്പയുടെ ഹൃദയ സന്താനങ്ങളെ ഇനിയും പാലിക്കേണ്ട നാടിന്റെ നായകൻ. ഭാരത മക്കളെ ആകെ സ്നേഹിക്കുന്ന മാർപ്പാപ്പയ്ക്ക് ആശ്ലേഷിക്കുന്ന ആ സ്നേഹത്തിന്റെ വലിയ പാത്രമാണ് നരേന്ദ്രമോദി. മാർപ്പാപ്പയെ ആശ്ലേഷിച്ച മോദിയുടെ സ്നേഹത്തിൽ കണ്ടതും അതിന്റെ പ്രതിപ്രസരം. മനുഷ്യ സ്നേഹത്തിന്റെ ഈ വലിയ അടയാളത്തെ, ലോകത്തെ ഹർഷം കൊള്ളിക്കേണ്ട ഈ കാഴ്ചയെ ചിലർ ദുഷിച്ചു കാണുന്നുവെങ്കിൽ അതല്ലേ വല്ലാത്ത കൊള്ളാത്ത വസ്തുത.